ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ദിനങ്ങളിൽ ഈ നോമ്പ് കാലത്ത് പിശാചിൻ്റെ പീഡകളെക്കുറിച്ച്, അവൻ മനസ്സിനെ ബന്ധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി പേർക്കൊരു തെറ്റിദ്ധാരണയുള്ളൊരു മേഖലയാണ് പിശാച് ബാധയെക്കുറിച്ച്. മനഃശാസ്ത്ര പണ്ഡിതന്മാരെന്ന് പറയുന്നവരും അതുപോലെ ബുദ്ധിയുടെ മേഖലയിൽ എല്ലാറ്റിനെയും അളന്ന് തീരുമാനിക്കുന്നവരും ഈ മേഖലയിൽ അനുഭവങ്ങളില്ലാത്തവരുമായ ചിലരെങ്കിലും പിശാച് ബാധ എന്ന് പറയുന്നൊരു കാര്യം ഇല്ല എന്ന് പറയുന്നതും അവരങ്ങനെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഒരിക്കൽ സീറോ മലബാർ സഭയുടെ ധ്യാന കേന്ദ്രങ്ങളുടെ മാർഗനിർദ്ദേശം ഉണ്ടാക്കാനുള്ള സമിതിയിൽ ഞാനും അംഗമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വേറെ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു, ഞാനും വട്ടായിലച്ഛനും ബിനോയ് അച്ഛനും മറ്റു കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ചർച്ചയ്ക്കിടയ്ക്ക്, ഈ കമ്മിറ്റിയുടെ ചർച്ചയ്ക്കിടയ്ക്ക് പാലാ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. ഈ പിശാച് ബാധ, പിശാച് ബഹിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ്. അത് നമുക്ക് ഒത്തിരി സുഗ്രാഹ്യമല്ലാത്ത, ഒത്തിരി വ്യക്തമല്ലാത്ത കുറേ മേഖലകൾ അതിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കിത് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു പ്രസ്താവനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ പോലെ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അപഗ്രഥിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അത് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹമാണ് തോമസ് വാഴജാരിക്കലച്ഛൻ എന്ന് പറയുന്ന പാലാരൂപതയിലെ അച്ഛനെ ഈ വിഷയത്തിൽ PhD എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചതും, അദ്ദേഹം ആ കാര്യത്തിൽ PhD എടുത്ത് ഇപ്പോഴൊരു ധ്യാനഗുരുവായി കാര്യങ്ങളെക്കുറിച്ച് പ്രബോധനം നൽകാൻ കാരണമായതൊക്കെ ഈ പിതാവിൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, പിശാച് ബാധ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പിശാച് ഒരു വ്യക്തിയിലേക്ക്, ഇനി ഞാൻ പറയുന്ന വാചകം വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പിശാച്, മനസ്സിൻ്റെ തലമല്ല ഞാൻ പറയുന്നത്, ഒരു പിശാച് ഒരാളുടെ ഉള്ളിൽ കയറി അയാളെ ബന്ധിക്കുന്ന, അയാളെ ബാധിച്ചിരിക്കുന്ന പിശാച് ബാധ എന്നൊരവസ്ഥ പിശാചിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അനുവാദം കൂടാതെ പിശാചിന് എൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. എന്നിൽ വസിക്കുന്ന ഈശോ, 2 കൊരിന്തോസ് 13:5, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിലാരാ ഉള്ളത്? ഈശോ. പുറത്താരാ? 1 യോഹന്നാൻ 5:19, നാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ലോകം മുഴുവൻ പിശാചിൻ്റെ സ്വാധീന വലയത്തിലാണ്. ലോകത്തിൽ പിശാചുണ്ട്, പല മേഖലകളിലും പല വ്യക്തികളിലൂടെ ഒക്കെ അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവന് എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അതുപോലെ ആത്മാവിൻ്റെ വാതിൽ അവനെ തുറന്നു കൊടുക്കണം. പാപം വഴിയാണ് ഞാൻ പിശാചിന് എൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അഥവാ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. പാപം വഴി ഞാൻ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തിട്ട് എൻ്റെ ഹൃദയവാതിൽ മുട്ടുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ എൻ്റെ ഉള്ളിൽ വന്ന പിശാചിന് ഇഷ്ടകരമായത് വീണ്ടും പ്രവർത്തിച്ച് അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവൻ എന്നെ പൂർണ്ണമായിട്ട് കീഴടക്കും. പക്ഷേ പിശാച് ബാധയ്ക്ക് കാരണമാകുന്നത് ഞാൻ ഈ 35 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് പഠിച്ചിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം, ഒരാൾ പിശാചിനെ ആരാധിച്ചാൽ, ഒന്നാമത്തേത്. 2, ഒരാൾ പിശാചിനെ തന്നെ വിറ്റുകളഞ്ഞാൽ, സബ്ഡ്യൂ ചെയ്താൽ, അയാളെ പിശാച് സ്വന്തമാക്കും. ആ വ്യക്തിയെ പിശാച് ബാധിച്ചിരിക്കുന്നു. ഇനി അയാൾക്ക് യേശു വന്ന ആ പിശാചിനെ ബഹിഷ്കരിക്കാതെ, യേശുവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പിശാച് ബഹിഷ്കരണ അധികാരമുള്ള ഒരു വ്യക്തിയിലൂടെ അയാളിലുള്ള പിശാചിനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ അയാൾ പിശാച് സ്വന്തമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്തെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞതിനെ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ 10:10, കള്ളനായ പിശാച് വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് വൃഥാവസ്ഥയിൽ എത്തിക്കുകയാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ആത്മാവ് ദൈവകൃപയിലേക്ക്, ദൈവത്തെങ്കിലേക്ക് തിരിച്ച് വരാത്ത വിധം അവനെ ആക്കുന്ന അവസ്ഥയാണ്. പിശാച് ബാധ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയാൾക്കിനി ദൈവത്തിന് പ്രീതികരമായതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പിശാച് ബാധയുള്ള ഒരാൾ
തൻ്റെ പിശാചിൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കാനുള്ള, പിശാചിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ഉപകരണമായി പിശാച് ബാധയുള്ളയാളെ മാറ്റും. ചിലരിലൊക്കെ ഇത് പലവിധത്തിലുള്ള വൈകൃതങ്ങളിലൂടെയാണ് പ്രകടമാവുക. ചിലരൊക്കെ മാനസിക രോഗാവസ്ഥയിലേക്ക് വരാറുണ്ട്. ചിലരൊക്കെ അതിക്രൂരമായ നീചമായ ദുർനടപടികളിലേക്ക് നീങ്ങാറുണ്ട്. ചിലർക്ക് അമിതമായ ജഡിക ലൈംഗിക വികാരങ്ങളാലുള്ള എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളിൽ പോയി നിബന്ധിക്കാറുണ്ട്. ചിലർ ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് പോകാറുണ്ട്. ചിലർ ദൈവനിഷേധത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ സ്വീകരിച്ചിട്ട് ആ പ്രത്യയശാസ്ത്രങ്ങൾക്കനുസരിച്ച് അനീതിയും അക്രമവും കൊലപാതകവും നടത്താൻ മടിയില്ലാത്തവരാകുന്നുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിൽ, അവരുടെ നിയന്ത്രണത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പോലും പറ്റില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം അയാൾ എന്നോടത് പറഞ്ഞെങ്കിൽ ഞാനിവിടെ എന്താണെന്ന് പറയുന്നില്ല. അത് ഏതറ്റം വരെ അവർ പോകും. അവർ മറ്റുള്ളവർ വെട്ടിക്കൊല്ലാനും നുറുക്കിക്കൊല്ലാനും അവരുടെ രക്തം ചീറ്റുന്ന കാണുമ്പോൾ ഉള്ളിലൊരു ആനന്ദമാണെന്ന് അയാൾ പറഞ്ഞത്. കൊടുവാളുകൊണ്ട് വെട്ടി പ്രതിയോഗിയെ കൊന്നപ്പോൾ അയാളിന്ന് ചീറ്റ് തെറിച്ച രക്തത്തിൻ്റെ ആ ഒരു കാഴ്ച എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ചെന്നാണ് പറയുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റും? മറ്റൊരു വിരൽത്തുമ്പത്തൊരു ഉണ്ടായാൽ ഉടനെ മനസ്സ് നൊമ്പരപ്പെടുന്ന അവസ്ഥയിലാണ് മനുഷ്യ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സരളഹൃദയനായിട്ട്, നിർമ്മല മനസ്സുള്ളവനായിട്ട്. ഒരുവൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടാൽ അവനുണ്ടാകുന്ന വേദന സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, മനസ്സിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന വിധത്തിൽ നിർമ്മല ഹൃദയനായിട്ടാണ് മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ പിശാചാണ് ഈ കഠിന ഹൃദയത്തിലേക്ക് നയിക്കുന്നത്. ഹൃദയം കഠിനമാക്കും പിശാച്. പിശാച് ബാധ എന്ന് പറയുന്നത് പിശാചിനെ ആരാധിക്കുകയോ പിശാചിനെ തന്നെ വിറ്റുകളയുകയോ ചെയ്യുന്ന അവസ്ഥയിലുണ്ടാകുന്നതാണ്. എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടൊരിക്കൽ. പിശാചിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടി പിശാചിന് തപസ് ചെയ്ത് പിശാചിനെ രക്ഷകനും നാഥനും ദൈവവുമായി സ്വീകരിച്ച് യേശുവിനെ ഉപേക്ഷിച്ച് കുരിശ് നിലത്തിട്ട് ചവിട്ടി തുപ്പി പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അസാധാരണമായ ശക്തി അവന് കിട്ടി. പക്ഷേ ഇപ്പോൾ അവൻ അറിയുന്നു, അവന് കിട്ടിയ ശക്തി അവൻ്റെ ശാരീരിക മേഖലയിൽ, ഈ മാനുഷിക തലത്തിൽ, ഈ ലോകതലത്തിൽ മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ. അവൻ്റെ ആത്മാവ് എന്നേക്കുമായി ഇരുട്ടിലാണ്, പിശാചിൻ്റെ പിടിയിലാണ്. തിരിച്ച് ദൈവത്തെങ്കിലേക്ക് ഈ ആത്മാവ് പോവില്ല എന്ന് അവർ ബോധ്യപ്പെട്ടു. സാധാരണ ഇത് പിശാച് ബാധ്യപ്പെട്ടവർക്ക് ആ ബോധ്യം വരേണ്ടതല്ല. പക്ഷെ ഇവന് എങ്ങനെയോ ഇവൻ്റെ കുടുംബങ്ങളുടെ പ്രാർത്ഥന വഴിയായിരിക്കാം, കുടുംബാംഗങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥനയും പരിത്യാഗം നടത്തുന്നുകൊണ്ടായിരിക്കാം, ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളായിട്ടുള്ള 3 കന്യാസ്ത്രീകൾ ഇവന് വേണ്ടി അന്ന് അറിഞ്ഞ കാലം മുതൽ ഇവനുവേണ്ടി ഉപവസിക്കുന്നുകൊണ്ടായിരിക്കാം ഇവനിപ്പോൾ ദൈവത്തെങ്കിൽ തിരിച്ചു വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവനോട് പിശാച് പറഞ്ഞു എന്നാണ് അവനെന്നോട് പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്നെ വിട്ടു പോകാമെന്ന് കരുതണ്ട, നീ എൻ്റെ ദാസനാണ്, അടിമയാണ്, എന്നെ വിട്ടുപോയാൽ നിന്നെ ഞാൻ നശിപ്പിക്കും എന്ന് അവനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അവരൊരു ഉറപ്പ് കൊടുത്തു, നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ഏക രക്ഷകരാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും. പ്രിയപ്പെട്ടവരെ, പിശാച് ബാധ എന്ന് പറയുന്ന ആ അവസ്ഥയിൽപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അയാൾ ആവശ്യപ്പെട്ട അനുസരിച്ച് പലതും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കൂടെ ഞാനയാളെ താമസിപ്പിക്കണമായിരുന്നു, അയാളുടെ കൂടെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കണമായിരുന്നു, ഞാൻ പോകുന്നിടത്തല്ല അയാളെ കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് പറ്റില്ല. പിശാചിനെ ആരാധിച്ച് പിശാചിന് പൂജ അർപ്പിച്ച് കൂടോത്രം മന്ത്രവാദം തുടങ്ങിയവ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളെ എൻ്റെ ടീമിലെടുക്കാനോ എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ താമസിപ്പിക്കാനോ, അത് ഞാൻ പോട്ടയിലായിരുന്ന കാലത്താണ്, അത് സാധ്യമല്ല. അങ്ങനെ വന്നാൽ അത് ആ സ്ഥാപനത്തെ പോലും ബാധിക്കുമെന്നുള്ളത് ഞാൻ ചെയ്യാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പിശാച് ബാധ എന്ന് പറയുന്ന കാര്യം വളരെ ചുരുക്കമുള്ളൂ. ബാക്കി പിശാച് ബാധയുടെ അടയാളങ്ങളായി ചിലർ അലറി വിളിക്കുന്നു, വീഴുന്നു, അവരെ തുണിയൊക്കെ വലിച്ചു പറിച്ച് കളയുന്നു. അതൊന്നും തന്നെ പിശാച് ബാധ ആയിരിക്കില്ല. 99.9% പിശാച് മനസ്സിൽ കയറി ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാചിൻ്റെ ആവേശം എന്ന് പറയുന്ന ഒബ്സഷൻ ആയിരിക്കാം. അവിടെ ഡെലിവറൻസ് പ്രയറാണ് ആവശ്യമായിരിക്കുന്നത്. അവിടെ ബന്ധന വിടുതൽ പ്രാർത്ഥനയാണ് വേണ്ടത്. പിശാച് ബഹിഷ്കരണ വരമുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. ആ വ്യക്തി സഹകരിക്കണം, അയാളുടെ കുടുംബാംഗങ്ങളും അതുപോലെ കൂട്ടായ്മയിലുള്ളവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ, അയാളും ശ്രമിക്കുമ്പോൾ, ഈ പിശാച് ബഹിഷ്കരണ അധികാരമുള്ള വ്യക്തികളുടെ ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ആ പിശാച് ബഹിഷ്കരിക്കപ്പെടുകയും അയാൾ വീണ്ടും യേശുവിൻ്റെ
ദിവ്യ പൈതലായി മാറുകയും ചെയ്യും. മാമോദിസയിൽ കിട്ടിയ മായാത്ത മുദ്ര അയാൾ നിലനിൽക്കുന്നുണ്ട്, അയാൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. നമുക്ക് പിശാച് ബാധയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിശാച് ആവേശിച്ചിരിക്കുന്ന, മനസ്സിൽ ആവേശിച്ചിരിക്കുന്ന അവസ്ഥയുള്ളവർ അത് പലരുമുണ്ട്. വെറുപ്പും വിദ്വേഷം വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പിശാച് മനസ്സ് കയറിയതാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ പിശാച് മനസ്സ് കയറിയ അവസ്ഥയാണ്. എല്ലാ തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ തമ്മിൽ വരുന്ന പിശാച് മനസ്സിൽ ആവേശിച്ച അവസ്ഥ കാരണമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പിശാച് ആവേശിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, പിശാചിൻ്റെ പീഡകളിൽ നിന്നും, പിശാച് ഞങ്ങളെ ബന്ധിച്ച് സ്വന്തമാക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ തിരുവചനങ്ങളാലും കൂദാശകളാലും അങ്ങയുടെ തിരുജീവൻ പ്രാപിച്ച് ആത്മീയമായിട്ട് ബലം പ്രാപിച്ച് ആരോഗ്യം പ്രാപിച്ച് പിശാചിനെ എതിർത്ത് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.